ഒളിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കില്ലെന്നില്ലടാ. അച്ഛനോട് പെണ്ണിങ്ങനെ വന്നേടി. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകിൽ ഒടുവിൽ നമ്മുടെ സിദ്ധു തിരിച്ചെത്തുകയാണ് ഗൈസ്. ആദ്യം നമ്മുടെ കല്ലുമോളയാട്ടോ കാണിക്കുന്ന. കല്ലുമോള് വാതിലിൽ രാവിലെ വന്ന് തട്ടലോട് തട്ടല്. അപ്പൊ ആരാണെന്നും പറഞ്ഞ് നമ്മുടെ സിദ്ധുവിന്റെ അച്ഛനമ്മയും കൂടെ പോയി നോക്കുമ്പോൾ ദാ നിൽക്കുന്നു പേരക്കിടാവ്. അങ്ങനെ നമ്മുടെ സിദ്ധുവിന്റെ അമ്മയുണ്ടല്ലോ, ആ അമ്മയുടെ ചക്കരമുത്ത് വാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പുന്നാരിപ്പിച്ച് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ കല്ലുമോള് ഞാൻ എല്ലാവരോടും വഴക്കാ എന്നും പറഞ്ഞ് ഉള്ളിലേക്ക് പോകുവാണേ. പിന്നെ ആരെന്ത് ചോദിച്ചിട്ട് നമ്മുടെ ഭവാനിയമ്മയും കേശുവും പാറക്കുട്ടിയും ലച്ചുവും ആരെന്തൊക്കെ മാറി മാറി ചോദിച്ചിട്ടും ഒരക്ഷരം പറയുന്നില്ലേ. ലാസ്റ്റ് നമ്മുടെ ലച്ചു പറയുന്നുണ്ട്, ദേ മര്യാദക്ക് അല്ലെങ്കിൽ ഇപ്പൊ വന്ന ട്രെയിനിന് ഞാൻ തിരിച്ചു വിടും, അച്ഛൻ എന്തേടി പറയടി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ സിദ്ധു അളിയനെ പുറത്തു പോയി നമ്മുടെ അച്ഛൻ എവിടെയോ സിദ്ധു അളിയനെ ഒളിച്ചിരിക്കുവായിരുന്നു. അച്ഛൻ ഇങ്ങനെ കണ്ടുപിടിച്ച് പൊക്കിക്കൊണ്ട് വരുന്ന ഒരു രംഗങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ. അപ്പൊ അച്ഛൻ നമ്മുടെ സിദ്ധു അളിയനെ കണ്ടുപിടിക്കുമ്പോൾ സിദ്ധു അളിയനെ ഇങ്ങനെ തമാശയ്ക്ക് പറയുന്നുണ്ട്, ഇനി അച്ഛൻ ഒളിക്കേ ഞാൻ കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ അച്ഛൻ മകൻ ആ ഒരു എന്താ പറയാ കൊടുക്കലും വാങ്ങലൊക്കെ തന്നെയാട്ടോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ. എന്തായാലും പ്രേക്ഷകർ കുറെ നാളായിട്ട് കാത്തിരിക്കുവാണ് നമ്മുടെ സിദ്ധു തിരികെ വരാനും നമ്മുടെ ലച്ചു സിദ്ധുമായിട്ടുള്ള ഒരു കിടിലൻ എപ്പിസോഡ് കാണാനും അല്ലെ കൂട്ടുകാരെ. ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ ലച്ചുവിന്റെ ആ വിശേഷവും കൂടി വന്നാൽ പിന്നെ പൊളിക്കും നമ്മുടെ ഉപ്പും മുളകും അല്ലേ. കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.